Here we are continuing with e-filing or assessment procedure. Okay. Revised return. An assessee who is required to file a return of income is entitled to revise the return of income originally filed by him to make such amendments or additions or changes as may be found necessary by him. Such a revised return may be filed by the assessee at any time before the expiry of 1 year from the end of the relevant assessment year before the completion of assessment, whichever is earlier. ഒരു അസസിക്ക് അയാൾ ഫയൽ ചെയ്ത റിട്ടേണിന് ശേഷം ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ റിട്ടേൺ റിവൈസ് ചെയ്യാൻ സാധിക്കും. അതിന് റിട്ടേൺ റിവൈസ് ചെയ്യുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഒരു റെലവൻറ്റ് അസസ്മെൻറ്റ് ഇയർ 1 ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിരിക്കണം. അല്ലെങ്കിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യണതിന് അസസ്മെൻറ്റ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യണതിന് മുന്നേ ആയിരിക്കണം റിവേഴ്സ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ അസസ്സിക്ക് ചിലപ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. എന്തെങ്കിലും അഡീഷൻസോ എന്തെങ്കിലും അമെൻമെൻറ്റ്സോ അങ്ങനെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അയാളത് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്ത റിട്ടേൺ അത് ചേഞ്ച് ചെയ്യാനോ റിവൈസ് ചെയ്യാനോ സാധിക്കും. അങ്ങനെ അസസ്സിക്ക് ലഭിക്കുന്ന ഒരു സംവിധാനം, ഒരു സിസ്റ്റമാണ് റിവൈസ്ഡ് റിട്ടേൺ എന്ന് പറയുന്നത്. Defective return. If the assessing officer considered that the return of income furnished by the assessee is defective, he may intimate the defect to the assessee and give him an opportunity to rectify defect within 15 days from the days of such intimation or within such further period as may be allowed by the assessing officer on the request of the assessee. അതായത് ഇപ്പോൾ അസസിങ് ഓഫീസർ മനസ്സിലാക്കുകയാണ് ഒരു അസസ്സിയുടെ ഫർണിഷ് ചെയ്തിട്ടുള്ള റിട്ടേൺ ഓഫ് ഇൻകം ഡിഫക്റ്റാണ്, അല്ലെങ്കിൽ എന്തായാലും തെറ്റായിട്ടുള്ള ഒരു രീതിയിലാണ് അസസ്സി റെക്കോർഡ് ചെയ്തത്, റിട്ടേൺ ഫയൽ ചെയ്തത് എന്നുണ്ടെങ്കിൽ അസസ്സിക്ക് അങ്ങനെ ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതായത് 15 ദിവസത്തിനുള്ളിൽ ഈ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളത് അസസ്സിങ് ഓഫീസർ അസസ്സിയുടെ റിക്വസ്റ്റോടുകൂടി എന്ത് ചെയ്യാണ്, ആ ഇൻറ്റിമേഷൻ ലെറ്ററോടുകൂടി ഇൻറ്റിമേഷനോടുകൂടി 15 ദിവസത്തിനകം ഈ ഡിഫക്റ്റ് ക്ലിയർ ആക്കാം, റെക്ടിഫൈ ചെയ്യാം എന്നുള്ളൊരു സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ അതിനെയാണ് ഡിഫക്റ്റീവ് റിട്ടേൺ എന്ന് പറയുന്നത്. റിട്ടേൺ ഓഫ് ലോസ്. Requirement of Income Tax Act making it obligatory for the assessee to file a return of his total income even in case where the assessee has incurred a loss. These loss may be under the head of profession, profit or gain from business or profession, or loss from maintenance of resources, or under the head capital gain, unless the assessee file a return of loss in the manner and within the same time limit as the required for a return of income, the assessee would not be entitled to carry forward the losses for ബീയിങ് സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഇൻ ദ സബ്സിക്വൻറ്റ് ഇയർ. അതായത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ലോസുകളെല്ലാം തന്നെ അടുത്ത വർഷങ്ങളിലൊക്കെ ആയിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ ലോസ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും സാധാരണഗതിയിൽ. ആ ലോസൊക്കെ കൃത്യമായ രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ, അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഓരോ അസസ്സിയും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ലോസുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റിട്ടേൺ ഓഫ് ലോസസ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസുകൾ തന്നെ അടുത്ത വർഷങ്ങളിലേക്ക്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ സബ്സിക്വൻറ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ സബ്സിക്വൻറ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മെൻഷൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് റിട്ടേൺ ഓഫ് ലോസസ്. ബിലേറ്റഡ് റിട്ടേൺ. Any person who has not filed the return within the time allowed under section 139 subsection 1 or within the time allowed under a notice issued by the assessing officer under section 142 subsection 1 may file a belated return.
ബെലേറ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ഫയൽ ചെയ്ത ശേഷം അതിനുള്ള ഒരു സമയം പരിധി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് അസസി ഓഫീസർ നോട്ടീസോടുകൂടി പറയുകയാണ് അസസി ഇത്ര ദിവസത്തിനകം റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനെയാണ് ബിലേറ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം before the expiry of 1 year from the end of the relevant assessment year, before the completion of the assessment, whichever is earlier. അപ്പോൾ അസസ്മെൻറ്റ് നടക്കുന്നതോ അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഏർലിയർ സ്റ്റേജ് ഏതാണോ ആ സ്റ്റേജിലാണ് ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് പാൻ ഓർ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, ദാറ്റ് ഈസ് സെക്ഷൻ 139A. പാൻ എന്ന് പറയുന്നത് ഒരു യുണീക്ക് ആൽഫോ ന്യൂമറിക് കോഡാണ്. ഇൻകം ടാക്സ് ആണ് ഈ ഒരു പാൻ നമ്പർ അസസിക്ക് എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത്, പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ പറയുന്നത് ഒരു വ്യക്തി അയാളുടെ മാക്സിമം എമൗണ്ട് ഓഫ് എന്താണ് ഒരു ഇൻകം കൂടുതലാണ് എങ്കിൽ അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ 5 ലക്ഷം കൂടുതൽ ടേൺ ഓവറുള്ള ഒരു പേഴ്സൺ, ഒരു ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പാൻ നമ്പർ നിർബന്ധമാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിനെ പല രീതിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു 6 ആയിട്ട് ഡിവൈഡ് ചെയ്ത്. സെൽഫ് അസസ്മെൻറ്റ്, റെഗുലർ അസസ്മെൻറ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് ഓർ റീ അസസ്മെൻറ്റ്, പ്രിക്കോഷണറി അസസ്മെൻറ്റ്, അസസ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് സെർച്ച് ഓർ റിക്വസിഷൻ. സെൽഫ് അക്യൂസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അസസ് ചെയ്യുന്നതിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ കയ്യിലുള്ള ഇൻകം എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു സ്വന്തമായിട്ടൊരു ഈ ഫയലിംഗ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് അസസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞത്. റെഗുലർ അസസ്മെൻ്റ് എന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള അസസ്മെൻ്റ് ആണ്. ഇപ്പോൾ ഓരോ ഇൻകം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ എക്സ്പെൻഡിച്ചർ വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ടാക്സ് ലയബിലിറ്റി വരുമ്പോഴും അഡ്വാൻസ് ഓഫ് പേയ്മെൻറ്റ് വരുമ്പോഴും അസസ്സി സ്വന്തമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നതിനെയാണ് റെഗുലർ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് ഉണ്ട്, ഇൻകം എസ്കേപ്പിംഗ്, ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. സെൽഫ് അസസ്മെൻറ്റ് ഒരു അസസ്മെൻറ്റ് പ്രോസസ്സിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. സെൽഫ് അസസ്മെൻറ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതായത് പേഴ്സൺ തനിയെ അവനവൻ്റെ ലയബിലിറ്റി ടാക്സ് ലയബിലിറ്റി കണക്കാക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ എത്ര ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ഇൻകം ടാക്സ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ്, ഒരു സ്റ്റെപ്പാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ് സെൽഫ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. സ്ക്രൂട്ടണി റെഗുലർ അസസ്മെൻറ്റ്, സെക്ഷൻ 143 subsection 2. With a return has been made under section 139 in respect of in response to a notice under subsection, the assessing officer shall, if he consider necessary or expedient to ensure that the assessee has not understated the income or has not computed excessive loss or has not underpaid the tax in any manner, serves on the assessee a notice require him on a date to be specified therein, either to attend in office or to produce or cause to be produced there any evidence on which the assessee may rely in support of the return. Scrutiny assessment or regular assessment. ഇപ്പോൾ സാധാരണ ഇത് അസസിങ് ഓഫീസർ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഈ ഒരു അസസി എന്തെങ്കിലും ഇൻകം അണ്ടർസ്റ്റേറ്റഡ് ചെയ്യുക, അതായത് കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ കൂടുതൽ കാണിക്കുക, എക്സസീവ് ലോസ് കാണിക്കുക. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ സ്ഥിരമായിട്ടൊരു അസസ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ ഓഫീസർ അങ്ങനെ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടൊരു സ്ക്രൂട്ടണി അസസ്മെൻറ്റ് നടത്തണം അല്ലെങ്കിൽ റെഗുലർ അസസ്മെൻറ്റ് നടത്തണം. അതിനെയാണ് ഈ ഒരു ടേമിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇതാണ് റിയൽ ആയിട്ടുള്ള അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് അസസിങ് ഓഫീസർ വൈൽ ടേക്കിംഗ് ഓൾ കൈൻഡ്സ് ഓഫ് കൺസിഡറേഷൻ റെലവൻറ്റ് മെറ്റീരിയൽ ഹി ഹാസ് ഗാതേർഡ് ആൻഡ് ആഫ്റ്റർ ഗിവിംഗ് ദ അസസി ആൻ ഓപ്പർച്യൂണിറ്റി ബീങ് ഹേർഡ്, മേക്കിംഗ് ദ അസസ്മെൻറ്റ് ഓഫ് ടോട്ടൽ ഇൻകം ഓർ ലോസസ്
to the best of his judgment and determine the sum payable by the assessee on the basis of such assessment. The best judgment assessment എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്സിങ് ഓഫീസർ തന്നെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽ കളക്ട് ചെയ്യും, എല്ലാ തരത്തിലുള്ള ലോസിൻ്റെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. അങ്ങനെ അസസ്സി എത്ര സമ്മാണോ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് പേ ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയുന്ന അസസ്സിങ് ഓഫീസർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് എടുക്കുന്ന ആ ജഡ്ജ്മെൻറ്റിനെയാണ് അല്ലെങ്കിൽ ആ അസസ്മെൻറ്റിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്ഷൻ 144. ഈ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്, രണ്ട് ഡിസ്ക്രീഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് അസസിങ് ഓഫീസർ തന്നെയാണ്. ഇത് അസസ്സിയുടെ ഭാഗത്തുനിന്ന് യാതൊരു രീതിയിലുള്ള സഹകരണവും ഇല്ല എങ്കിൽ അസസിങ് ഓഫീസർ തന്നെ ഡയറക്റ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് കൈകാര്യം ചെയ്യുന്നതാണ് കമ്പൽസറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസിങ് ഓഫീസർ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, അതായത് അസസ്സിയുടെ അക്കൗണ്ടൊക്കെ കറക്റ്റ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് വീണ്ടും ആൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാൾ വീണ്ടും എന്ത് ചെയ്യും, ഒരു അസസ്മെൻറ്റ് നടത്തും. അതാണ് ഡിസ്ക്രിഷണറി ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻകം എസ്കേപ്പിംഗ് ഓർ റീഅസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ലോസ് ഇതേപോലെ തന്നെ അസസ്സി ചാർജ് ചെയ്യുന്ന ടാക്സ് എസ്കേപ്പ് ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ വീണ്ടും അത് അസസ് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ്, അല്ലെങ്കിൽ വീണ്ടും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്യുന്നതിനെയാണ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. Precautionary assessment, where it is not clear that as to who has received the income, the assessing officer can commence the proceeding against the person to determine the question as to who is responsible for payment of income tax. അപ്പോൾ ആരാണോ കറക്റ്റായിട്ട് ഒരു ഇൻകം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അയാളെ മുൻ ധാരണയോടുകൂടി അല്ലെങ്കിൽ ഒരു പ്രൊസീഡിങ്സ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് പ്രീകോഷണറി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ തെറ്റുകളൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അസസ്സിങ് ഓഫീസർ മുൻധാരണയിൽ എത്തുന്ന അസസ്മെൻറ്റാണ് പ്രീകോഷണറി അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ലാസ്റ്റ് വൺ, അസസ്മെൻറ്റ് ഇൻ കേസ് ഓഫ് സെർച്ച് ഓർ റിക്വസിഷൻ. ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ അസസ്സിങ് ഓഫീസർ അല്ലെങ്കിൽ അസസ്സി എന്തെങ്കിലും ഡിസ്ക്ലോസ് ചെയ്യാൻ മടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അസസ്സിക്ക് ഇത്തരം ഇൻഫർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിക്വയർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അത്തരം പ്രോസസ്സുകൾ നടക്കുന്നതിനെയാണ് അസസ്മെൻറ്റ് ഇൻ ദ കേസ് ഓഫ് സെർച്ച് ഓർ റിക്വസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.